അടിപൊളി പ്രൊമോഷൻ കൊടുക്കട്ടെ. പ്രൊമോഷൻ കൊടുക്കും. അടിപൊളി സദ്യയാണ്. നമ്മള് എല്ലാത്തിനും അല്ലേ, നമ്മളിപ്പോൾ എന്ത് ഫംഗ്ഷൻ വന്നാലും അവിടെ ആ ചേട്ടൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഫുഡൊക്കെ വാങ്ങുന്ന. സൂപ്പർ സദ്യ, സൂപ്പർ പായസം. നമ്മൾ ലാസ്റ്റ് ടൈം ഒരു കരിമീൻ പൊള്ളിച്ചത് വാങ്ങി, സൂപ്പർ സാധനമായിരുന്നു. ഹായ്, സൺഡേ ആയിട്ട് രാവിലെ നല്ല അപ്പവും ഗ്രീൻ പീസ് കറിയുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. കൂടെ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് കാണാം. ശരണ്യ രാവിലെ പാത്രമൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാത്രമൊക്കെ കഴുകി അടുക്കി ഗുഡ് ബോയ് ആയിരിക്കുകയാണ് ശരണ്യ. ഗുഡ് ബോയ്? നീ ഗുഡ് ബോയ് ആണ്. ഹായ്, അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഇല്ലൊരു വണ്ടി വന്നു. അപ്പോൾ വണ്ടി ആരെന്ന് നോക്കി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി, ചുമ്മാ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇന്നലെ ആട് 3 കുറച്ച് കണ്ടു രാത്രി. നല്ല വേഷമായിരിക്കുന്നു. ഒന്നാമത് ആട് സീരീസ് വലിയ താല്പര്യമില്ല, തിയേറ്ററിലൊന്നും പോയി കണ്ടില്ല. ആട് ഫസ്റ്റ് ഇഷ്ടമായിരുന്നു, എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ പിന്നെയും കാണാം, പക്ഷെ തേർഡ് വൻ ഫ്ലോപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പകുതിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി എപ്പോൾ തീരും, എപ്പോഴെങ്കിലും അത് തീർക്കണമല്ലോ, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. കണ്ടു തീർന്നില്ല ഇതുവരെ. തിയേറ്ററിൽ പോയി കാണാത്തത് നന്നായെന്ന് തോന്നുന്നു. തിയേറ്ററിൽ പോയി കണ്ടാലും പൈസ പോയെന്നൊരു അത് വലിയ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ പറയാം OTT കണ്ടുകൊണ്ടാണെന്ന്. OTT കണ്ടാലും ഇതേ എഫക്റ്റ് തന്നെയാണ്, തിയേറ്ററിൽ അതേ എഫക്റ്റ് തന്നെ. അങ്ങനെ അതിനി ഒന്ന് കണ്ടു തീർക്കണം. അതൊക്കെ തന്നെ. മഴയൊന്നുമില്ല, മഴ നല്ല ക്ലൈമറ്റ് ആണെന്ന്. മഴയൊക്കെ ഒന്ന് മാറി നിൽപ്പുണ്ട്. സോ നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്, കുറച്ചേറെ പരിപാടികളുള്ള ദിവസമാണെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ട്. അതെ, കുറച്ച് നല്ല രീതിയിലുള്ള സ്പെഷ്യൽസ്. നമുക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം, സദ്യ കഴിക്കാൻ. അങ്ങനെ സദ്യ ഓർഡർ ചെയ്തു. സദ്യ കുറച്ച് കഴിയുമ്പം വരുമല്ല, പോയി എടുക്കണം. സദ്യ പോയി എടുക്കണം. അച്ചാച്ചനും എല്ലാവർക്കും സദ്യ കഴിക്കാനൊരു ആഗ്രഹം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവർക്കും സദ്യയാണ് ഞങ്ങൾ ഇന്ന്. കടലപ്പായസം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. തക്കാളി, പയറ്, പച്ചമുളക്, അതിൻ്റെയൊക്കെ പടവലങ്ങ, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇനി ഇത് ഞങ്ങൾ നടാനായിട്ട് വെച്ചേക്കുകയാണ്. ഇനി ഇത് നടണം, അതും കൂടെ ആകുമ്പോഴത്തേക്കും ഫിനിഷ്. ഞങ്ങളുടെ കുറച്ച് ചെറിയ കൃഷിയിടമാണിത്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ചേമ്പ, അതായത് ചേമ്പോ ചേനയോ എന്തോ ആണ്. ചേമ്പും ചേന, ഇഞ്ചി, മഞ്ഞളൊക്കെ ഇവിടെ പൊടിപ്പിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അത് ചേനയല്ലേ അത്? ചേന. പിന്നെ നമ്മള് ഇത് കാച്ചിൽ പടർന്നു പോണത്. കാച്ചില് പടർന്നു പോകുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ ജാമ്പയ്ക്ക ഉണ്ടല്ലോ, ചുമന്ന ജാമ്പയ്ക്ക. ഇവിടെ അത് കാച്ചില്. ഇങ്ങോട്ട് വാ, ഇവിടെ ജാമ്പയ്ക്ക. ഇതൊരു ജാമ്പ. അടുത്ത ജാമ്പ. ഇത് മറ്റൊരു ജാമ്പ. നമുക്കിവിടെ ശരിക്കും ഒരു ജാമ്പയ്ക്ക മരം ഉണ്ട്, പക്ഷെ അതാണെങ്കിൽ നമുക്ക് കുറച്ചൊരു 10-20 ജാമ്പയ്ക്കേ കിട്ടുള്ളൂ. അതാണെങ്കിൽ പുഴുവും ഉറുമ്പൊക്കെയാണ്, അതില്ലാതായിപ്പോയി. അപ്പം നമ്മൾ 2 പുതിയ ജാമ്പയ്ക്കേര. ഇത്തവണ ജാമ്പയ്ക്ക കായ്ച്ചത് കുറവായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. നമ്മുടെ വാഴത്തോട്ടം അതിൻ്റെ നടുക്കാണ്. അതിന്റെ നടുക്ക് വാഴ, അതിന്റെ നടുക്ക് ഇഞ്ചിയും മഞ്ഞളും ചേനയും ചേമ്പും എല്ലാം നട്ടു. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ സദ്യ അച്ചാച്ചനും കുഞ്ഞയും കഴിച്ചുകൊണ്ടിരിക്കുന്നു.
ഞങ്ങൾ എല്ലാവരും വിളമ്പി കൊടുക്കും. നല്ല സ്പെഷ്യൽ അയല ഫ്രൈയും ഉണ്ട് കൂടെ, സദ്യയുടെ കൂടെ ഒരു ചേഞ്ച്. ഞങ്ങളിതാ കഴിക്കാനായിട്ടിരുന്നു. നല്ല സൂപ്പർ സദ്യയാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇത് കഴിക്കാറുള്ളതാണ്. AK കാറ്റേഴ്സ് എന്ന് പറയും, പ്രാവശ്യമ്പലത്ത്. അവിടെ നിന്നാണ് ഞങ്ങൾ സാധാരണ എൻ്റെ കല്യാണത്തിനും ജാനുവിൻ്റെ കല്യാണത്തിനും എല്ലാത്തിനും സദ്യ. ഈ എൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നീയും വരും. അപ്പോൾ ശരണ്യയുടെ കല്യാണത്തിനും എൻ്റെ കല്യാണത്തിനും ജാനുവിൻ്റെ കല്യാണത്തിനും ആനന്ദിൻ്റെ കല്യാണത്തിനും എല്ലാം ഞങ്ങൾ അവിടെ നിന്നാണ് സദ്യ അറേഞ്ച് ചെയ്തത്. നല്ല സദ്യയാണ്. പറ്റുന്നവർ പറ്റുന്ന സമയത്ത് കഴിക്കുക. ഓക്കെ. ഹോട്ടല് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു. ഹോട്ടലിന്റെ പേര് പറഞ്ഞു. AK റെസ്റ്റോറന്റ് എന്നാണോ? AK കാറ്റേഴ്സ്. AK കാറ്റേഴ്സ്. അടിപൊളി പ്രൊമോഷൻ കൊടുക്കട്ടെ. പ്രൊമോഷൻ കൊടുക്കും. അടിപൊളി സദ്യയാണ്. നമ്മള് എല്ലാത്തിനും അല്ലേ, നമ്മളിപ്പോൾ എന്ത് ഫംഗ്ഷൻ വന്നാലും അവിടെ ആ ചേട്ടൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഫുഡൊക്കെ വാങ്ങുന്ന. സൂപ്പർ സദ്യ, സൂപ്പർ പായസം. നമ്മൾ ലാസ്റ്റ് ടൈം ഒരു കരിമീൻ പൊള്ളിച്ചത് വാങ്ങി. സൂപ്പർ സാധനമായിരുന്നു. അപ്പോൾ പേഴ്സണലൈസ്ഡ് സദ്യാസ് എല്ലാം അവർ പറഞ്ഞു തരും. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, നമ്മൾ ചുമ്മാ ഇരുന്നപ്പോൾ അങ്ങ് എടുത്തതാണ്. ആ ചേച്ചി വീഡിയോ കാണുന്നെങ്കിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 5 പേർക്കാണെങ്കിലും 2 പേർക്കാണെങ്കിലും ഒരു സദ്യ എല്ലാ സാധനങ്ങളും പറയുന്ന പോലെ അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങട്ടെ. അമ്മയും കൂടെ ഇപ്പോൾ വരും. ഹായ്. അപ്പോൾ ഞങ്ങൾ ആ ഊണൊക്കെ കഴിഞ്ഞു. വൈകിട്ടായപ്പോഴത്തേക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി. ജാനുവിൻ്റെ വീട്ടിലൊന്ന് പോകണം, കവടിയാറ്. പിന്നെ ശരണ്യയുടെ അമ്മയെ വീട്ടിലൊന്ന് പോകണം, അമ്മയൊന്ന് കാണണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പം പോയിട്ട് ഒന്ന് കാണാം. ഓക്കെ. പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് കാണിക്കും. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ശരണ്യയുടെ വീടെത്തി. പിന്നെ ഞങ്ങൾ ഇന്നൊരു പുഡിങ് വാങ്ങിച്ചു. കവടിയാറ് പോയപ്പം അവിടുന്ന് വാങ്ങിയൊരു പുഡിങ് കാണിക്കാം. ട്രീ ഓഫ് ട്രീറ്റ്സ് ഞങ്ങൾ മുമ്പ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിപ്പോൾ വാവച്ചയ്ക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. കവടിയാറ് തന്നെ. അവിടെ നിന്നാണിത്. നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ട്രീ ഓഫ് ട്രീറ്റ്സ് ദ ഡെസേർട്ട് ഷോപ്പ്. അത് മിക്സ് ചെയ്തോ. എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറ. നല്ല അതിന്റെ ടേസ്റ്റ് ആണ്. അന്ന് വാങ്ങിയ സെയിം. സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെടും. ശരണ്യയുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ബിരിയാണിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. ശരണ്യ ഇത് ഉടനെ കഴിച്ചും തുടങ്ങി. എങ്ങനെയുണ്ട് ശരണ്യ ബിരിയാണി? സൂപ്പറാണ്. കഴിച്ചില്ല. അപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങിയാണ്. ശരണ്യയുടെ അമ്മ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വീട്ടിൽ. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയാണ്. ഫുൾ ടയേർഡാണ്. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ശരണ്യെ കാണുമ്പോഴേ അറിയാതൊക്കെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഇറങ്ങാം.